അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, ശബ്ദത്തിന് കാത് നൽകിക്കൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് വളരെയധികം സ്നേഹത്തോടുകൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയായ ആദർശം എന്താണ് എന്ന് വിശദീകരിക്കപ്പെടുന്ന പ്രൗഢമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരിൽ നിന്നും ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാനിലെ 19-ാമത്തെ ആയത്തിലൂടെ നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ മതമെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാമല്ലാത്ത
ഏത് ഇസങ്ങളെയും ഏതു മതത്തെയും ഒരാൾ മതമായി സ്വീകരിച്ചാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നും അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഏതൊരു ദീൻ, ഏതൊരു മതം ആര് സ്വീകരിച്ചാലും അത് അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ജനിച്ചു വീഴുന്നത് തൗഹീദിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. കറകളഞ്ഞ മനസ്സിൻ്റെ ഉടമകളായാണ് ഓരോ മനുഷ്യക്കുഞ്ഞും പിറന്നു വീഴുന്നത്. അവൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലെ പല സാഹചര്യങ്ങളിലൂടെയാണ് വ്യത്യസ്ത മതങ്ങളിലേക്കും വ്യത്യസ്ത ചിന്താധാരകളിലേക്കുമൊക്കെ മനുഷ്യർ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യരായ നമ്മളെല്ലാവരും, ഇവിടെയുള്ള ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മുസ്ലിമാകട്ടെ, മതമില്ല എന്ന് പറയുന്നവരാ എല്ലാവരും ഏകനായ പടച്ച തമ്പുരാൻ്റെ ദാസന്മാരാണ്, അടിമകളാണ്. നമ്മെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആരാണോ അവനാണ് നമ്മളെ പടച്ചത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്തിനാണ് പടച്ചത്, നമ്മളെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടേയില്ല എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുക, അവനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ സന്ദേശം മനുഷ്യരിലേക്ക് കൈമാറാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്ത് അവരിലേക്ക് നിയോഗിച്ചത്. മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ധാരാളം അമ്പിയാക്കൾ, പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ ആദം നബിയാണ് എങ്കിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ രണ്ടാമത്തെ പ്രവാചകനായി, രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ ദൂതനായി പ്രമാണങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്നത് അശറത ഖുറൂൻ, 10 നൂറ്റാണ്ടുകളാണ്. ആ രണ്ട് പ്രവാചകന്മാരുടെ ഇടയിലുള്ള കാലഘട്ടം 10 നൂറ്റാണ്ടാണ്. ആ 10 നൂറ്റാണ്ടിലെ മനുഷ്യരെല്ലാവരും തൗഹീദുള്ള ആളുകളായിരുന്നു. അവരെല്ലാവരും ഏകദൈവ വിശ്വാസികളായിരുന്നു. അവരെ എന്തിനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത്, ആ പടച്ചതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി ജീവിച്ചവരായിരുന്നു. എന്നാൽ ആ 10 നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ ആ മനുഷ്യരിൽ വ്യതിയാനം സംഭവിച്ചു. അവരുടെ ഇടയിലേക്ക് തെറ്റായ വിശ്വാസങ്ങൾ കടന്നു വന്നു. തെറ്റായ വിശ്വാസങ്ങൾ കടന്നു വരികയും അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ അവർ മറക്കുകയും അവരുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാന് പുറമെ അവൻ്റെ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത്. എന്തിനാണ് ആ പ്രവാചകൻ കടന്നു വരുന്നത്? വഴിതെറ്റിപ്പോയ, വ്യതിയാനം സംഭവിച്ച, മാർഗഭ്രംശം സംഭവിച്ച ആ ആളുകളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിക്കുന്നത്. എന്താണ് ആ നബിമാർ വന്ന് പഠിപ്പിക്കുന്നത്? ലോകത്തിലേക്ക് കടന്നു വന്ന ഒന്നാമത്തെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തെ പഠിപ്പിച്ച സന്ദേശം എന്താണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്,
വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഇത് പഠിപ്പിക്കാനാണ് നബിമാർ വന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യമാണത്. ഈ ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും എല്ലാ ഉമ്മത്തിലേക്ക് വന്ന ദൂതന്മാരും അവർ തങ്ങളുടെ സമൂഹത്തെ പഠിപ്പിച്ചത് അനിഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 21-ാം അധ്യായത്തിലെ 25-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അള്ളാഹു പറയുന്നത് വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബലിക, നബിയെ നിന്റെ മുമ്പൊരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, നിന്റെ മുമ്പൊരു ദൈവദൂതനെയും പറഞ്ഞയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന വഹീ നൽകിക്കൊണ്ടല്ലാതെ. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നത് നബിയെ നിന്റെ മുമ്പ് ഒരു പ്രവാചകനും വന്നിട്ടില്ല എന്നാണ്. എന്താണ് ആ പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യം? അള്ളാഹുവാണ് ആരാധ്യൻ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല എന്നാണ്. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ അമ്പിയാക്കളുടെ ദഅവത്തിന്റെ രംഗം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ആ അമ്പിയാക്കൾ എന്താ പഠിപ്പിച്ചത്? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലകും മിൻ ഇലാഹിൻ ഗൈറു, എൻ്റെ സമുദായമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനില്ല. ഇതെല്ലാ നബിമാരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. എല്ലാ നബിമാരുടെയും സന്ദേശമാണ് അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അഫ്ളു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുൻപ് കഴിഞ്ഞു പോയ നബിമാരും പഠിപ്പിച്ചതിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശം. എല്ലാ നബിമാരും ഇത് പഠിപ്പിച്ചു. ഒരു പ്രവാചകന്റെ സമുദായം വഴിതെറ്റുമ്പോൾ ആ സമുദായത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു അടുത്ത പ്രവാചകനെ പറഞ്ഞയച്ചു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തി പ്രവാചകന്മാരുടെ പരമ്പര. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താ? പ്രവാചകൻ അവസാനത്തെ നബിയാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു പ്രവാചകൻ ഈ ലോകത്തേക്ക് കടന്നു വരാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്തിൽ നബിയെ പരിചയപ്പെടുത്തുന്നത് വഖാതമൻ നബിയ്യീൻ എന്നാണ്, അന്ത്യപ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ നബി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ ദീന് പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. സൂറത്തുൽ മാഇദയിൽ നമുക്ക് വായിക്കാൻ പറ്റും, അൽയൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലകുമുൽ ഇസ്ലാമ ദീനാ. നബി പറയണം, ഇന്ന് ഞാൻ നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ ബാധ്യത എന്താണ്? അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ സമൂഹമായ നമ്മുടെ ബാധ്യത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമാക്കി തന്ന ആ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ബാധ്യത. അതാണ് ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ പഠിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഞാൻ മുസ്ലിമാണ്, ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുന്ന ഒരു മുസ്ലിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ച മതം സ്വീകരിക്കണം. ആ മതത്തിലേക്ക് നമ്മുടെ വകയായിട്ട് ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ആ മതത്തിൽ നിന്ന് നമ്മുടെ വകയായി ഒന്നും എടുത്തു കളയാനും പാടില്ല. അപ്പം നമ്മൾ ആചരിക്കുന്ന, നമ്മൾ അനുഷ്ഠിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ച മതത്തിൽ ഉള്ളതാണോ എന്ന പരിശോധന എല്ലാ വിശ്വാസികളും നടത്തണം. എല്ലാവരും അത് ആത്മാർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം എന്തെങ്കിലും വിഷയത്തിൽ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായാൽ, അല്ലെങ്കിൽ അവർക്കറിയാത്തൊരു പ്രശ്നമുണ്ടായാൽ
അവർക്കൊരു പരിഹാര മാർഗമുണ്ടായിരുന്നു. എന്താ പരിഹാര മാർഗം? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ചെല്ലാം, നബിനോട് അവർക്ക് ചോദിക്കാം, നബിയെ എന്താണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്? നബിനോട് അവർക്ക് ചോദിക്കാമായിരുന്നു. അപ്പൊ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ചെന്നിട്ട് പറഞ്ഞു, അഖ്ബിർനി അനിൽ ഈമാൻ, നബിയെ ഈമാനിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എന്താണ് ഈമാൻ? എന്താണ് നബിയെ ഇഹ്സാൻ എന്താണ്? സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്. നോമ്പിന്റെ വിധിവിലക്കുകൾ അവർ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വഹാബികളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനും പഠിക്കാനും അവർക്ക് അവസരം ഉണ്ടായിരുന്നു. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അറിയാത്തൊരു വിഷയം വരുമ്പോൾ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ ഒന്നും നബിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെയില്ല. മുസ്ലിം സമൂഹത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? എന്തുകൊണ്ടാണ് പല ആളുകൾക്കും ഈ സദസ്സിൽ വന്നിരിക്കാൻ കഴിയാത്തത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പറയണല്ല. നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ് അല്ലെ? കലിമ ചൊല്ലിയ ആളുകളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാണ്. ഇതൊക്കെ നമുക്കറിയാം. ഒരു സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവിടെയുള്ള സമസ്തയുടെ സഹോദരങ്ങൾ ആരെങ്കിലും സ്വർഗമല്ല എന്ന് പറയുന്നവരാ? അല്ല, സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ 5 നേരം നമസ്കരിക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് അല്ലെ? മുജാഹിദുകൾ പറയുന്നുണ്ട് 6 നേരം നിസ്കാരം ഉണ്ട് എന്ന്. ഇല്ല. അടിസ്ഥാനപരമായി നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ ഒന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു സദസ്സിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്തത്? നമ്മുടെ ഇടയിൽ തർക്കങ്ങളുണ്ട്, നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ തർക്കങ്ങൾ വന്നത്? എന്തേ നമുക്ക് ആ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത്? സഹോദരങ്ങളെ, തർക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം. ഈ ഉമ്മത്തിൽ തർക്കമുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എവിടുന്നാ പറഞ്ഞത്? പരിശുദ്ധമായ മദീനയിലെ മിമ്പറിൽ വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ സത്യസന്ധമായി പുലരും എന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? ആർക്കാ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് വായിക്കാൻ പറ്റും, പുസ്തക രൂപത്തിലുണ്ട്. ഒരു കാലഘട്ടം വരും, അന്ന് മുസ്ലിം സമുദായം എങ്ങനെയായിരിക്കും, അന്ന് മുസ്ലിങ്ങൾ ഇന്ന പ്രവർത്തികൾ ചെയ്യും, ഇതൊക്കെ നബി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വിവിധ കക്ഷികൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നബി അത് പറഞ്ഞവിടെ നിർത്തിയിട്ടില്ല. തർക്കമുണ്ടാകും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ. ആ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കണം, അതിനുള്ള വഴി കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ 2 പ്രൗഢമായ പ്രഭാഷണങ്ങൾ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം നടക്കും. ആ സംസാരത്തിന്റെ മുമ്പ് നടക്കുന്ന ഈ സംസാരത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പഠിക്കണം. തർക്കം ഉണ്ടാകും. ആ തർക്കങ്ങൾ പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴി നമ്മൾ സ്വീകരിച്ചാൽ മതി, ആ വഴി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തെ ജീവിതത്തെ പൂർത്തീകരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങൾ. ഒന്നെന്താ? കിതാബുല്ലാ, അള്ളാന്റെ കിതാബാണ്, വിശുദ്ധ ഖുർആനാണ്. രണ്ടെന്താ? ആ കിതാബിന്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, നബിയുടെ ചര്യയാണ്. അത് മുറുകെ പിടിച്ചാൽ മതി, തർക്കങ്ങൾ അവസാനിക്കും. മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിക്കാനുള്ള ഏക വഴി എന്താ? നമ്മളെല്ലാവരും ആ ഖുർആനിൽ എന്താണോ പറയുന്നത്, ഹദീത്തിൽ എന്താണോ പറയുന്നത്, അത് സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവുക എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അല്ലാഹനെ അനുസരിക്കണം, അതേപോലെ തന്നെ അവന്റെ പ്രവാചകനെയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. വല്ല വിഷയത്തിലും തർക്കമുണ്ടായാൽ എന്ത് ചെയ്യണം? അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കി, എന്തൊക്കെ വിഷയത്തിൽ തർക്കമുണ്ട്, എന്തൊക്കെ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ തർക്കമുണ്ട്. ഒരുപാട് വിഷയങ്ങളിലുണ്ട്.
അതിൽ ചെറിയ വിഷയങ്ങളുണ്ട്, വലിയ വിഷയങ്ങളുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത്, അന്ന് പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ എഴുതിയപ്പോൾ ഏകദേശം 200-ലധികം വിഷയങ്ങളിൽ തർക്കമുണ്ട്. അന്ന് എൻ്റെ ചെറിയ അറിവിൽ 200-ലധികം വിഷയങ്ങളിൽ നമ്മുടെ നാട്ടിലെ സമസ്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് തർക്കങ്ങളുണ്ട്. ഇന്നത് വളർന്നൊരു പക്ഷേ 500 അതിലധികമൊക്കെ ആയിട്ടുണ്ടാകും, അത്രയും വർദ്ധിച്ചിട്ടുണ്ടാകും. കുറേ പുതിയ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ തർക്കങ്ങളെയെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ തർക്കങ്ങളെയെല്ലാം പരിഹരിക്കാനുള്ള വഴി എന്താണ്? വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ച്, ഹദീസുകളെ മുന്നിൽ വെച്ച് ആ പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ നമ്മൾ സന്നദ്ധരായാൽ മതി. നമ്മളെ അതിന് സഹായിക്കുന്ന ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പോൾ അവർ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചൊരു രീതി ഹദീസുകൾ നമുക്ക് വായിക്കാൻ പറ്റും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കണ സമയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് വിട പറയാണ്. ഒരു തിങ്കളാഴ്ച ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞപ്പോൾ എല്ലാവരും സങ്കടക്കടലിലാണ്. മദീന കരഞ്ഞ ദിവസമാണ്. ഈ ലോകത്തിലെ കാരുണ്യമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുന്നു. പ്രവാചകന്റെ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നു. മദീന ഇരുട്ടിലായ ദിവസം, മദീന തേങ്ങിക്കരഞ്ഞ ദിവസം, ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച ദിവസം പ്രവാചക തിരുമേനിയുടെ മയ്യത്ത് മറമാടുന്നതിന്റെ മുൻപ് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ, സ്വഹാബികൾക്കിടയിൽ, അടിവരയിട്ട് മനസ്സിലാക്കണം, സ്വഹാബികൾക്കിടയിൽ 3 വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി. 3 വിഷയങ്ങളിൽ. ആ വിഷയം എന്താന്ന് പഠിക്കുക. ആ വിഷയങ്ങളെ സ്വഹാബികൾ എങ്ങനെ പരിഹരിച്ചു എന്ന് പഠിക്കുക. അതേ രീതി നമ്മൾ സ്വീകരിച്ചാൽ മതി. എന്തായിരുന്നു തർക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ഉടനെ ഒരു പുതിയ വാദം വരികയാണ്. എന്താ പുതിയ വാദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. നബി മരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദം സ്വീകരിക്കാൻ വേണ്ടി മൂസാ നബി തൂരി സീന പർവ്വതത്തിലേക്ക് പോയതുപോലെ പോയിരിക്കുകയാണ്. മടങ്ങി വരും, തിരിച്ചു വരും. നബി മരിച്ചിട്ടില്ല. നബി മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ വെട്ടും. ആരാ പറയണത്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ധീരനായ പോരാളി, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നീ ഇസ്സത്ത് നൽകണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയണത് മുഹമ്മദ് നബി മരിച്ചിട്ടില്ല എന്ന്. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ മറന്നിട്ട് ഒരൊറ്റ നിമിഷങ്ങൾ ആലോചിച്ച് നോക്കി. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞ വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നെങ്കിൽ, ആ വാദം തിരുത്താൻ, ആ വാദത്തിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹം സന്നദ്ധനായിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കുറേ സംഘടനകൾ ഉള്ളതുപോലെ ഒരു സംഘടനയും കൂടി ഉണ്ടാകുമായിരുന്നു. എങ്ങനെയുള്ള സംഘടന? മുഹമ്മദ് നബി മരിച്ചിട്ടില്ല, തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കൂടി ഉണ്ടാകുമായിരുന്നു. അതുണ്ടായില്ല. എന്തുകൊണ്ടുണ്ടായില്ല? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ടുണ്ടായില്ല? ആ അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടായി. നബി മരിച്ചിട്ടില്ല, മരിച്ചു എന്ന് പറയുന്നവരെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു ഉമർ ഖാൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത അറിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മറ്റൊരു ഭാര്യ വീട്ടിൽ നിന്ന് ഓടിയെത്തി. അല്ലാഹുവിൻ്റെ റസൂലിന്റെ മയ്യത്ത് ആയിഷ ഉമ്മയുടെ വീട്ടിലാണ്. ആ മയ്യത്ത് അദ്ദേഹം പോയി കണ്ടു. ആ മയ്യത്തിന്റെ മുഖത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചുംബിച്ചു. പുറത്തിറങ്ങി വന്നു. ഉമറിനോട് പറഞ്ഞു, ഉമറെ ശാന്തനാകണം, ഉമറെ നീ ശാന്തനാകണം. ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കാൻ സന്നദ്ധനായില്ല. ആ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്നെ ഞാൻ പറയുന്നത് കേൾക്കൂ. വതറകു ഉമർ, അവർ ഉമറിനെ ഒഴിവാക്കി. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ തുടങ്ങി. ഹംദും സലാത്തും ഒക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഫമൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആ ജനങ്ങളോട് പറയാ, മനുഷ്യന്മാരെ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ ഇതാ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി മരിച്ചിട്ടുണ്ട്. അദ്ദേഹം തുടർന്നു, വമൻ കാന മിൻകും യഅബുദുല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു ഹയ്യാൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരണമില്ലാത്തവനാണ്.
വിശുദ്ധ ഖുർആനിലെ തെളിവും അദ്ദേഹം ഉദ്ധരിച്ചു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇൻ മാത ഔ ഖുതില ഖലബതും എന്ന് തുടങ്ങുന്ന ആയത്ത് അദ്ദേഹം ഓതി. തർക്കം തീരാണ്. മുഹമ്മദ് നബി വേദം സ്വീകരിക്കാൻ പോയതാണ്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വാദമുന്നയിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണുന്ന അദ്ദേഹം ആ വാദത്തിന് പിന്തിരിഞ്ഞു. എങ്ങനെ പിന്തിരിഞ്ഞത്? എന്തുകൊണ്ട് ആ വാദം അദ്ദേഹം ഒഴിവാക്കിയത്? അദ്ദേഹത്തിന് തെളിവ് അവിടെ കിട്ടി, പ്രമാണം അവിടെ കിട്ടി. പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ മരണവാർത്ത കേട്ടപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഞാനെല്ലാം മറന്നുപോയി ഒരു നിമിഷം. അദ്ദേഹത്തിന് ഖുർആൻ അറിയാഞ്ഞിട്ടല്ല, ഹദീത്ത് അറിയാഞ്ഞിട്ടല്ല, ദീൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണം അത് അംഗീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാദം അവിടെ അവസാനിക്കുകയാണ്, ആ പ്രശ്നം അവിടെ തീരുകയാണ്. എന്തുകൊണ്ട് തീർന്നു? വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവിടെ കിട്ടി എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മറമാടുന്നതിന്റെ മുൻപ് രണ്ടാമത്തെ പ്രശ്നം വന്നു. ആരാണ് അടുത്ത ഭരണാധികാരി? ആരാണ് ഖലീഫ? ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ നേതൃത്വം അവസാനിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞിരിക്കുന്നു. ഇനി ആരാണ് ഭരണാധികാരി? ആരാണ് മുസ്ലിങ്ങളുടെ നേതാവ്? നേതൃത്വത്തിന് വേണ്ടിയുള്ള പ്രശ്നമാണ്. അൻസാറുകളായ ആളുകൾ ബനൂ സായിദ പന്തലിൽ ഒരുമിച്ച് കൂടി. അൻസാറുകളായ ആളുകൾ അവർ പറഞ്ഞു, നമ്മളാണ് നേതാക്കന്മാരാകേണ്ട ആൾക്കാർ, നമ്മൾ മദീനക്കാരാണ്. മുഹാജിറുകൾ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിൽ വന്ന ആളുകളാ, അവരെ സ്വീകരിച്ചവരാ നമ്മൾ, അതുകൊണ്ട് നമ്മളാണ് നേതാക്കന്മാരാവേണ്ട ആളുകൾ. ഈ ചർച്ചയറിയാതെ ബനൂ സായിദ പന്തലിൽ ഒരുമിച്ച് കൂടി അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാൻ അൻസാറുകൾ നടത്തുന്ന ചർച്ചയറിയാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെയുള്ള സ്വഹാബികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിരുന്നു. ആരോ വന്ന് വിവരം പറഞ്ഞു, ബനൂ സായിദ പന്തലിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ആ ചർച്ച നടക്കുന്നത്. അദ്ദേഹത്തെ അടുത്ത ഖലീഫയായി തെരഞ്ഞെടുക്കാനാണ് ചർച്ച നടക്കുന്നത്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അൻസാറുകളിലെ പ്രമുഖനാണ്, കിബാറുകളിൽപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം അതിന് അവകാശിയുമാണ്, അർഹനുമാണ്, സംശയമൊന്നുമില്ല. ഉമർ തന്നെ ഓടിയെന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെയും കൈപിടിച്ച് അദ്ദേഹം ആ ബനൂ സായിദ പന്തലിലേക്ക് ഓടിയെത്തി. അദ്ദേഹം വരുന്ന വഴിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഉമറെ നീ സംസാരിക്കരുത്, അവിടെ പോയാൽ ഞാൻ സംസാരിച്ചോളാം, നീ ശാന്തനായി കേൾക്കണം പറയുന്നത്, നീ സംസാരിക്കരുത്. ഉമർ റളിയല്ലാഹു വൈകാരികമായി പ്രതികരിക്കുന്നുള്ള പേടിയായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ആ ചരിത്രം വിശദീകരിക്കുമ്പോൾ, ഞാൻ ബനൂ സായിദ പന്തലിലേക്ക് പോകുമ്പോൾ ആ അൻസാറുകളായ ആളുകളോട് എന്താണ് സംസാരിക്കാൻ ആലോചിച്ചിരുന്നു. അപ്പം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അൻസാറുകളുടെ മുന്നിൽ വെച്ച് പ്രസംഗിക്കാനുള്ള ഒരു പ്രസംഗം ഞാൻ തയ്യാറാക്കി. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു എന്നോട് പറയേണ്ടെന്ന് പറഞ്ഞല്ലോ. അബൂബക്കർ റളിയല്ലാഹു സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ എന്തായിരുന്നോ വിചാരിച്ചത്, അബൂബക്കർ റളിയല്ലാഹു അതേപോലെ അവിടെ സംസാരിക്കുന്ന എനിക്ക് കേൾക്കാൻ പറ്റിയതാണ്. അങ്ങനെ അവർ ഓടിയെത്തിയ ആ സദസ്സിൽ അബൂബക്കർ റളിയല്ലാഹു അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹം അൻസാറുകൾ ഇസ്ലാമിന് ചെയ്ത സേവനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. അൻസാറുകളുടെ മഹത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ അവർ കേട്ടു നിൽക്കണം. അൻസാറുകളായ ആളുകൾ പ്രമുഖരായ സ്വഹാബികളാണവർ. എല്ലാം പറഞ്ഞതിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ അയിമ്മത്തു മിൻ ഖുറൈശ്, അൽ അയിമ്മത്തു മിൻ ഖുറൈശ്, നേതൃത്വം ഖുറൈശികൾക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് അവകാശമുണ്ട്, ശരിയാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ നേതാക്കന്മാരാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഖുറൈശികളാണ്, അത് ഖുറൈശികളാണ്. ആ സമയത്ത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖത, അബൂബക്കർ നീ പറഞ്ഞത് സത്യമാണ്, നീ പറഞ്ഞത് സത്യമാണ്. നഹ്നുൽ വുസറാ വ അൻതുമുൽ ഉമറാ, ഞങ്ങൾ നിങ്ങളുടെ മന്ത്രിമാരാണ്, ഞങ്ങൾ നിങ്ങളുടെ മന്ത്രിമാരാണ്, നിങ്ങളാകുന്നു നേതാക്കന്മാർ. അത്ഭുതമല്ലേ സഹോദരങ്ങളെ? നേതൃത്വത്തിന് വേണ്ടി തർക്കമുന്നയിച്ച ആ സദസ്സിന്റെ മുന്നിൽ വെച്ച് പുണ്യപ്രവാചകന്റെ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസ് സ്വീകരിച്ചുകൊണ്ട് ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. എന്തേ തർക്കം പരിഹരിക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്.
അൽ അയിമ്മത്തു മിൻ ഖുറൈശ് എന്ന പുണ്യപ്രവാചകന്റെ വാചകത്തിന്റെ മുമ്പിൽ അൻസാറുകളായ ആളുകൾ അത് അംഗീകരിച്ചുകൊണ്ട് നേതൃത്വം പൂർണ്ണ മനസ്സോടുകൂടെ ഖുറൈശികളെ ഏൽപ്പിക്കാൻ തയ്യാറായ ചരിത്രം. ആ സദസ്സിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞിതാ അബൂ ഉബൈദയുണ്ട്, ഉമറുണ്ട്, ഇവരിൽ ഒരാളെ കൊണ്ട് ഖലീഫയായിക്കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കണം. അപ്പോൾ ഉമർ തന്നെ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് നിങ്ങളാണ്. അള്ളാന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊരു നേതാവായി പല സന്ദർഭത്തിലും നിങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണകൂടത്തിലെ ഒന്നാമത്തെ ഖലീഫയായി മാറുന്നത്. തർക്കം പരിഹരിച്ചു. മൂന്നാമത്തെ പ്രശ്നം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കാണ്. രണ്ട് പ്രശ്നമുണ്ടായി, പ്രശ്നം പരിഹരിച്ചു. മൂന്നാമത്തെ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് എവിടെ മറമാടണം എന്നുള്ളതാണ്. നബിയുടെ മയ്യത്ത് എവിടെ മറമാടണം? തർക്കമായി. മൂന്ന് അഭിപ്രായങ്ങൾ വന്നു. ചില ആളുകൾ പറഞ്ഞു, അള്ളാന്റെ റസൂൽ മക്കത്ത് ജനിച്ച ആളാ, മക്കക്കാരനാണ്, അള്ളാന്റെ റസൂലിന്റെ മയ്യത്ത് മക്കയിലേക്ക് കൊണ്ടുപോകണം, അവിടെയാണ് പുണ്യപ്രവാചകന്റെ മയ്യത്ത് മറമാടേണ്ടത്. അദ്ദേഹം അഹ്ലു മക്കയാണ്, മക്കക്കാരനാണ്. കേൾക്കുമ്പോൾ ശരിയാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു, അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മറമാടേണ്ടത് അങ്ങ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ് പുണ്യപ്രവാചകന്റെ മയ്യത്ത് മറമാടേണ്ടത്. അവിടെയാണ് പല അമ്പിയാക്കളുടെയും ഖബറുകൾ ഉള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. അടുത്ത വാദം. വേറെ ചില ആളുകൾ പറഞ്ഞു, അല്ല, അള്ളാന്റെ റസൂല് മദീനയിലേക്ക് വന്നപ്പോൾ പ്രവാചകനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവരാണ് മദീനക്കാർ. പ്രവാചകന് മദീനയെ ഇഷ്ടമായിരുന്നു. മദീനയെ സ്നേഹിച്ച പ്രവാചകൻ, മദീനക്ക് വേണ്ടി ദുആ ചെയ്ത പ്രവാചകൻ, മദീനയിൽ വന്ന് പള്ളി ഉണ്ടാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പുണ്യപ്രവാചകന്റെ മയ്യത്ത് മദീനയിൽ തന്നെയാണ് മറമാടേണ്ടത്. അങ്ങനെ പറഞ്ഞു ചില ആളുകൾ. അവിടെയും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന നബിയ ലാ യുഹവ്വിലു അൻ മകാനിഹി യുദ്ഫനു ഹൈതു യമൂത്. പ്രവാചകന്മാരുടെ മയ്യത്ത് മരണപ്പെട്ട സ്ഥലത്ത് നീക്കം ചെയ്യാൻ പാടില്ല. എവിടെയാണോ അവർ മരിക്കുന്നത് അവിടെയാണ് അവരെ മറമാടേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാ. അദ്ദേഹത്തിന്റെ വാചകം ഫഖാല അബൂബക്കർ സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തർക്കം അവസാനിച്ചു, പ്രശ്നം തീർന്നു. അങ്ങനെയാണ് ആയിഷ ഉമ്മയുടെ വീട്ടില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മറമാടുന്ന അവസ്ഥ ഉണ്ടായത്. അങ്ങനെയാണ് അവിടെ മയ്യത്ത് മറമാടിയത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് സ്വഹാബികൾ, നബിയെ കണ്ടവർ, നബിയിൽ നിന്ന് ദീന് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ, അള്ളാന്റെ റസൂൽ മരിച്ച ഉടനുണ്ടായ 3 തർക്കങ്ങളെ അവർ പരിഹരിച്ച രീതിയാണ് ഞാൻ വിശദീകരിച്ചത്. ഇനി പറയൂ സഹോദരങ്ങളെ, ഇനി ആലോചിക്കൂ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുള്ള അനേകം തർക്കങ്ങളെ പരിഹരിക്കാനുള്ള വഴി എന്താണ്? എന്താ വഴി? ഇവിടെ ഒരു കൂട്ടം ആളുകൾ പറയുന്നു CM മടവൂര് മുദബ്ബിറുൽ ആലമാണ് എന്ന് വാദിക്കുന്നു. അല്ലെ, CM മടവൂര് മുദബ്ബിറുൽ ആലമാണെന്ന് വാദിക്കുന്നുണ്ട്. തർക്കമുണ്ട് ആ വിഷയത്തിൽ. മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്ങനെ പരിഹരിക്കും? നമ്മൾ പ്രമാണങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ചു പോയ ദീനിലേക്ക് നമ്മൾ മടങ്ങണം. അങ്ങനെ മടങ്ങുമ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. എന്താ മുജാഹിദുകള് അതിന്റെ ആരംഭ കാലഘട്ടം മുതൽ ഈ ലോകത്തുള്ള ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദേശം എന്താ? അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാന്ന, അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതാണ് മുജാഹിദുകളുടെ വാദമെന്ന് പറയുന്നത്. എന്താ അതിനവർക്കുള്ള തെളിവ്? വിശുദ്ധ ഖുർആനാണ്, സ്വഹീഹായ ഹദീസുകളാണ്. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് മുജാഹിദുകൾ പറയുന്നത്, മനുഷ്യന്മാരെ അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നാ. ഷേഖുമാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, കബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. മുനമ്പത്തി ബീബിയോട്, നാഗൂർ അജ്മീർ ഹോജമാരോട്, മുഹയ്യിദ്ദീൻ ഷേഖിനോട്, റിഫായി ഷേഖിനോട്, പേരറിയുന്ന പേരറിയാത്ത മഹാന്മാരും മഹദികളും എന്നൊക്കെ മുദ്രകുത്തിയ ആളുകളോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ് എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവ പറഞ്ഞത് അത് അനുവദനീയാണെന്നാ, അത് ഖുർആനിൽ ഉള്ളതാണെന്നാ പറയണത്. 1993 ഒക്ടോബർ മാസം പുറത്തിറങ്ങിയ നുസ്രത്തുൽ അനാ മാസികയിൽ അവർ രേഖപ്പെടുത്തി വെച്ചത്, സുന്നികൾ ഖബർ സന്ദർശിക്കുന്ന വേളയിൽ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നല്ല കാര്യം, നബിയുടെ സുന്നത്താണ്. ഖബറിന്റെ സമീപത്ത് പോയി ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദീൻ അനുവദിച്ച കാര്യമാണ്. എന്നാൽ അടുത്ത വാചകം എന്താണെന്നറിയോ?
കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, കബറാളിയോടും പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ വാചകമല്ല, എന്റെ വാചകമല്ല. ഈ നാട്ടിൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സുന്നി സഹോദരങ്ങളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് സ്നേഹത്തോടെ ചോദിക്കാനുള്ളത്, ഇതാരാ പഠിപ്പിച്ചത്? ഇതാരാ പഠിപ്പിച്ചത്? ഏത് ഖുർആനിലാണ്, ഏത് ഹദീസിലാണ് മരണപ്പെട്ട് കബറിൽ കിടക്കുന്ന മനുഷ്യരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫതാവ മുഹയ്യിസുന്ന എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിലെ ഒരു ചോദ്യം, മുഹ്യിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മറുപടി പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കൂ ഈ ചോദ്യം. മുഹ്യിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളോട് ചോദിച്ചാൽ എന്താ നിങ്ങൾ മറുപടി പറയാ? എന്താ പറയാ? പാടില്ല എന്ന് പറയില്ലേ സഹോദരങ്ങളെ? മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഇസ്ലാമല്ല, ദീനല്ല എന്ന് പറയില്ലേ നമ്മൾ? എന്നാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രായം ചെന്ന ആ ഉസ്താദ് പറഞ്ഞ വാചകം എന്താ? അത് അനുവദനീയമാണെന്നാ. അത് ഖുർആനിലും സുന്നത്തിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തർക്കമുണ്ട് ഇവിടെ, മുജാഹിദുകൾക്ക് തർക്കമുണ്ട് ഇവിടെ. എന്തുകൊണ്ട് തർക്കിക്കുന്നു? അത് ഖുർആനിൽ ഇല്ലാത്ത കാര്യമാണ്, അത് ഹദീസിൽ ഇല്ലാത്ത കാര്യമാണ്, പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് തർക്കം പറയുന്നത്. എങ്ങനെ നമ്മൾ ഈ തർക്കം പരിഹരിക്കുക? എങ്ങനെയാണ് നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസം നമ്മൾ എങ്ങനെ പരിഹരിക്കും? ഖുർആനിലേക്ക് മടങ്ങൂ, ഹദീസിലേക്ക് വരൂ. ഹദീസിലേക്കും ഖുർആനിലേക്കും വന്നാൽ നമുക്കതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ സുന്നി സഹോദരങ്ങളുടെ വീട്ടിൽ ഹദ്ദാദ് റാത്തീബ് ചെല്ലാറുണ്ട്. ഹദ്ദാദ് റാത്തീബ് ചെല്ലുന്ന ആളുകൾ ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും മനസ്സിൽ തട്ടിപ്പറയുന്നു, എന്റെ വാചകങ്ങൾ, എന്റെ വാക്കുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ശക്തി കൂടുന്നത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, നിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് ഇത് സത്യമാണ് എന്ന അങ്ങേയറ്റത്തെ ബോധ്യം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ചോളി, ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്ന പരിപാടി ആരുണ്ടാക്കിയത്? യമനിലെ ഹദറുൽ മൗത്തിൽ ജീവിച്ച സയ്യിദ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഹദ്ദാദ് റാത്തീബ് ഉണ്ടാക്കിയത്. നമ്മളെ പല ആൾക്കാർ വിചാരിച്ചത് അത് മദീനത്തെ പള്ളിയിൽ വെച്ച് നബി ചൊല്ലി പഠിപ്പിച്ചതെന്നാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്ന ചില ആൾക്കാരുടെ വിചാരം. സഹോദരങ്ങളെ, ഹദ്ദാദ് റാത്തീബ് ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായി എന്നറിയാം? 600 വർഷത്തെ പഴക്കം. 600 വർഷം. 600 വർഷം. ഈ 600 വർഷത്തെ പഴക്കമാണ് ഹദ്ദാദിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് 800 വർഷങ്ങൾക്ക് ശേഷമാണ് ഹദ്ദാദ് റാത്തീബ് ഉണ്ടായത്. അതിന് തന്നെ മനസ്സിലായിക്കൂടെ ദീനല്ല എന്നുള്ളത്? അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റൂല ദീനല്ല എന്ന്. കാരണം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ദീന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ദീനിലേക്ക് ഒന്നും എടുത്തു വെക്കാനില്ല, ഒന്നും കളയാനില്ല, സമ്പൂർണ്ണമാണ് ദീന്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മുസ്ലിമിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? പ്രവാചകൻ പഠിപ്പിച്ച ദീനില് അതില്ല, ഇതില്ല, ഇന്ന സ്ഥലത്ത് ഒരു പ്രയാസം എന്ന് പറയും ഒരു മുസ്ലിമിന് പറ്റുമോ? സമ്പൂർണ്ണമല്ലേ സഹോദരങ്ങളെ നമ്മുടെ ദീന്? ബാത്റൂമിൽ പോകും പാലിക്കേണ്ട മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്, വിവാഹരംഗത്തെ മര്യാദകളുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക്, അത് സുന്നിയാകട്ടെ, മുജാഹിദാകട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏത് സംഘടനയാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, വൈവാഹിക രംഗത്തുള്ള തോന്നിവാസങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതുകൊണ്ടാണ് അല്ലെ? ഒട്ടകപ്പുറത്ത് വരുന്ന പുതിയ അപ്പളക്ക് നേരെ ഹുസൈൻ സലഫിയും അതേപോലെ തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരേ സ്വരത്തിൽ പ്രതികരിക്കണം. എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോണ്ടാ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഈ ഹദ്ദാദിന്റെ വിഷയം എടുക്കും നിങ്ങൾ, എവിടെ നബി പഠിപ്പിച്ചത്? എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദ്ദാദ് റാത്തീബിനെ കുറിച്ച് വിശദീകരിച്ചത്? അതേപോലെ തന്നെ കുതുബിയത്ത് ആരുണ്ടാക്കിയത്? തമിഴ്നാട്ടുകാരനായ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലേ, അദ്ദേഹം ഉണ്ടാക്കിയതാണ് കുതുബിയത്ത്. അദ്ദേഹം മരിച്ചിട്ട് 330 വർഷമായി. അദ്ദേഹം മരിച്ചിട്ട് 330 വർഷമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ച് 11 നൂറ്റാണ്ടുകൾക്ക് ശേഷം, അടിവരയിട്ടുള്ളൂ 11 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കുതുബിയത്ത് ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെ അത് നബി പഠിപ്പിച്ചതാകുക? ഇത് ദീനിലുള്ളതാണ് എങ്കിൽ, പുണ്യം ലഭിക്കുന്നതാണ് എങ്കിൽ, ഇത് ചൊല്ലിയാൽ ചൊല്ലിപ്പിച്ചാൽ കൂലി കെട്ടുമെങ്കിൽ നബി പഠിപ്പിക്കേണ്ട സഹോദരങ്ങളെ. പ്രവാചക തിരുമേനി മരിച്ച് 11 നൂറ്റാണ്ടുകൾ കഴിഞ്ഞുണ്ടായ കുതുബിയത്ത് എങ്ങനെയാണ് അള്ളാന്റെ ദീനിലുള്ളതാകുന്നത്, അള്ളാഹുവിന്റെ മതത്തിലുള്ളതാകുന്നത്? എന്തുകൊണ്ടാണ് സലഫികൾ, മുജാഹിദുകൾ നബിദിനാഘോഷത്തെ എതിർക്കുന്നത്? ഒന്ന്, നബി കഴിച്ചിട്ടില്ല, സ്വഹാബികൾ കഴിച്ചിട്ടില്ല, 3 നൂറ്റാണ്ടുകളിൽ ആരും കഴിച്ചിട്ടില്ല. നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറയുന്ന എന്താ? അത്
ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഇല്ലാത്ത പരിപാടിയാണെന്നാ നമ്മൾ പറഞ്ഞ. എന്താ അറിയോ, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഇല്ലാത്ത ദീനല്ല എന്നാ. നബി പഠിപ്പിച്ചതാണെങ്കിൽ ദീനാവുള്ളൂ. മനസ്സിലായി? ഏത് തർക്ക വിഷയം എടുത്തു നോക്കൂ നിങ്ങൾ, ദീനിലുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാൻ പറ്റും, കാണാൻ പറ്റും, അതിന് തെളിവുണ്ടാകും. എന്നാൽ ദീനിലില്ലാത്ത വിഷയങ്ങള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിൽ പ്രവാചകന്റെ ഹദീത്തുകൾ നമുക്ക് എവിടെയും കാണാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അഹ്ലു സുന്നയുടെ ആളുകളായി മാറണം. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ പോകും. നമ്മൾ അഹ്ലു സുന്നയുടെ ആളുകളാകണം. എന്താണ് ഈ അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ? അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ പറഞ്ഞു, അഹ്ലു സുന്നത്തി വൽ ജമാഅ മസ്ദറു അഖീദതിഹിം കിതാബുല്ലാഹി തആല വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോളി സഹോദരങ്ങളെ, എന്താ പറയുന്നത്? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അവരുടെ മസ്ദർ എന്താണ്? അവരുടെ അടിസ്ഥാനം എന്താണ്? മസ്ദറു അഖീദതിഹിം, അവരുടെ അഖീദയുടെ അസ്ൽ എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കിതാബുല്ലാഹി തആല, അല്ലാഹുവിന്റെ കിതാബാണ്. വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. തീർന്നില്ല. വമാ കാന അലൈഹി സലഫു സ്വാലിഹു വമാ ഫഹിമൂഹു മിൻ നുസൂസിൽ വഹിയൈൻ, വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ സ്വഹാബത്ത്, പ്രവാചകൻ പഠിപ്പിച്ച ദീനിനെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കുന്ന ആളുകളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. തീർന്നില്ല. ഫലാ യുഖദ്ദിമൂനൽ അഖ്ല വലൽ കശ്ഫ വലൽ ദൗക വലൽ മനാമാതി അലൻ നഖൽ. എന്താ പറഞ്ഞെന്നറിയോ? ബുദ്ധിക്കോ ഇച്ഛകൾക്കോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ പ്രമാണത്തേക്കാൾ പരിഗണന കൊടുക്കില്ല. ഇതാ മുജാഹിദുകളുടെ പ്രത്യേകത. മുജാഹിദുകള് ദീനായി സ്വീകരിക്കുന്ന ഖുർആനും സുന്നത്തും. മനസ്സിലായി? ഖുർആനും സുന്നത്തുമായിരിക്കും. ഈ ഖുർആനും സുന്നത്തുമല്ലാത്തതിനെ പ്രമാണമായിട്ട് ആര് സ്വീകരിക്കൂല? മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കൂല. അവിടെ എൻ്റെ ബുദ്ധി എന്താ പറയുന്നത്, അതേപോലെ തന്നെ എൻ്റെ ഇച്ഛ എന്താ പറയുന്നത്, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അതെനിക്ക് അങ്ങനെയൊന്നും പറയില്ല മുജാഹിദുകൾ. തീർന്നില്ല. ഒരൊറ്റ വാചകം കൂടെ, വലാ യുഖദ്ദിമൂന കലാമ ശൈഖിൻ ഔ വലിയിൻ അലാ കലാമില്ലാഹി സുബ്ഹാനഹു വ കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിന്റെ അപ്പുറം ഒരു ശൈഖിന്റെ വാക്കിനും ഒരു വലിയിന്റെ വാക്കിനും വില കൊടുക്കൂല. അവർ സ്വീകരിക്കുക ആരുടെ വാക്കാ? റസൂലുള്ളാഹിയുടെ വാക്ക്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വചനങ്ങൾ, അതിനാണ് അവർക്ക് എന്ത് ചെയ്യുക? സ്ഥാനം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം നമ്മുടെ നിലപാട്. ഇതായിരിക്കണം മുസ്ലിം ഉമ്മത്തിന്റെ നിലപാട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അത് സ്വീകരിക്കാം. ഖുർആൻ വഹിയാണ്, സുന്നത്ത് വഹിയാണ്. സുന്നത്തിനെ നമ്മൾ സ്വീകരിക്കണം, ഖുർആനെ നമ്മൾ സ്വീകരിക്കണം. ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സ്വഹാബികളുടെയും താബിഈങ്ങളുടെയും മുൻഗാമികളുടെയും പിൽക്കാലക്കാരുമായ മുസ്ലിങ്ങളുടെ ഇമാമുമാരുടെയും മാർഗം മുറുകെ പിടിക്കുന്നവരാണ് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. പ്രമാണങ്ങളിൽ എന്താണോ ഉള്ളത് അത് സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് പോകണം. ഇനി ഇവിടെ വരാൻ പോകുന്ന 2 പ്രസംഗങ്ങൾ, ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി ഹഫിളഹുല്ലാ, മൂസ സലാഹി കാര ഹഫിളഹുല്ലാ, 2 പേരുടെയും പ്രസംഗങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചോളി. നമ്മുടെ ഈ നാട്ടിലും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ വന്ന് പല രീതിയിൽ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ വികലമാക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ആരോടും വെറുപ്പില്ല, തികഞ്ഞ നസീഹത്താണ്. നമ്മൾ അവരെ എതിർക്കാനോ അവരെ വിമർശിക്കാനോ അവരെ കൊച്ചാക്കാനോ അല്ല ഇത്തരം പ്രോഗ്രാമുകൾ നടത്തും. മറിച്ച് അള്ളാഹിന്റെ ദീൻ ഇവിടെ പറയപ്പെടണം. ലോകം അവസാനിക്കുമ്പോഴും നമ്മുടെ തൊണ്ടയിൽ ആയുസ്സുള്ള കാലത്തോളം അള്ളാഹിന്റെ ദീന് പറയണം. അതിനാണ് വിസ്ഡം എന്ന് പറയുന്ന മഹത്തായ കൂട്ടായ്മ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ഇതുപോലെയുള്ള വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ വിസ്ഡം കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് ആദർശ മുഖാമുഖങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ള പഠന സെമിനാറുകൾ, ഇതൊക്കെ നടത്തുന്നതിനാ? അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കാനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഈ മാസത്തിലെ 10-11 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ മലപ്പുറത്ത് വെച്ച് വിസ്ഡം യൂത്തിന്റെ കേരള യൂത്ത് കോൺഫറൻസ് നടക്കപ്പെടുന്നത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന, ഈ ശബ്ദത്തിന്റെ സൗണ്ട് ബോക്സും അതേപോലെയുള്ള സൗകര്യങ്ങളും ഉപയോഗിച്ച് ഈ സദസ്സിലും ഇതിന്റെ പുറത്തുമിരുന്ന് ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും വളരെയധികം സ്നേഹത്തോടെ ആ 2 ദിവസത്തിലെ പ്രോഗ്രാമിലേക്ക് ഒന്ന് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. പങ്കെടുക്കാൻ മനസ്സ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങളവിടെ വന്നാൽ നിങ്ങൾക്ക് നഷ്ടാകൂല. അള്ളാന്റെ ദീന് നിങ്ങൾക്ക് കേൾക്കാം. അള്ളാന്റെ ദീനല്ലാത്ത ഒന്നും ആ സദസ്സിൽ നിന്ന്,
അവിടെ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ നാവിൻ്റെ തുമ്പിൽ നിന്ന് കേൾക്കാൻ പറ്റൂല. എന്താണോ ഖുർആനിലുള്ളത്, എന്താണോ ഹദീത്തിലുള്ളത്, അത് വിശദീകരിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ സത്യസന്ധമായി പറയുന്ന ആ സദസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിൻ്റെ ശേഷം വളരെ പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാം തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാ സഹോദരങ്ങളും എത്രയും പെട്ടെന്ന് ഈ സദസ്സിലേക്ക് വന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.